വീട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വിളക്കോട് എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയാം. എന്റെ അച്ഛന്റെ പേര് വിനോദൻ വിളക്കോട് എമറാൾഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജേഷ്മ മേഡത്തിന്റെ മകനാണ്. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ വന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച്. എല്ലാവർക്കും അറിയാം മാറ്റം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാറ്റം എന്ന് പറയുന്ന ഒരു പ്രോസസ്. അത് അനിവാര്യം തന്നെയാണ് നമ്മുടെ നിരന്തരമായിട്ടുള്ള ജീവിതത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ടെക്നോളജികൾ വളരെ കുറവായിരുന്ന സമയത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കാലം മാറിയതോടുകൂടി ടെക്നോളജീസ് ഒരുപാട് വർദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. നമുക്കറിയാം, നമ്മൾ ആദ്യമൊക്കെ സാധനം വാങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലി നമ്മുടെ ഈ RCMല് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ RCMുമായിട്ട് ഡയറക്റ്റ് സെല്ലേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലെയുള്ള ആപ്പുകൾ ഒക്കെ വിപുലമായിട്ട് ഇക്കാലത്ത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതുപോലെയുള്ള ആപ്പുകളിലൂടെ ഒക്കെ നടക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് തന്നെയാണ്. അപ്പോ ഇതുപോലുള്ള മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള മാർക്കറ്റ് നമ്മൾ സാധനം വാങ്ങുന്ന രീതികളിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇങ്ങനെ ട്രെൻഡുകൾ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരിക എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളും അങ്ങനെ ഈ ഒരു മാറുന്ന കാലത്തെ മാറുന്ന ടെക്നോളജികൾക്ക് അനുസരിച്ചിട്ട് നമ്മളും നമ്മളുടെ രീതികളും ഒക്കെ നമ്മുടെ ചിന്താഗതികളും ഒക്കെ മാറേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ കൊണ്ടുവരേണ്ട മാറ്റവും നമ്മൾക്ക് നമ്മളുടെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട മാറ്റവും എന്തൊക്കെയാണെന്നുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോ നമുക്ക് ആ ഒരു പോയിന്റ്സിലേക്ക് കിടക്കാം. സാർ, ഞാൻ ഒന്ന് PPT ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. മാറ്റം എന്ന് പറയുന്നത് അനിവാര്യം തന്നെയാണ്. നമുക്ക് ആദ്യകാലങ്ങളിൽ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ആദ്യകാലങ്ങളിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ബിസിനസ് എത്രത്തോളം ടഫ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ട് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ, RCM എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു ബിസിനസ് മാറി എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയാവുന്ന നമ്മുടെ കുറെ ഗുരുക്കന്മാരായിട്ടുള്ള നമ്മളെ കുറെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും കൂടി എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ട്, അവരുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായിട്ട് ആണ് നമുക്ക് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം, ഇന്ന് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന പേര് അല്ലെങ്കിൽ ഈ ഒരു RCM എന്ന ബിസിനസ് ഇത്രയും നമ്മുടെ ആളുകൾക്ക് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു ബിസിനസ് മാറിയിട്ടുള്ളത്. അതിന്റെയൊക്കെ കാരണം ഇവരൊക്കെ മാറാൻ തയ്യാറായി എന്നുള്ളത്. ഈ ആൾക്കാരൊക്കെ, നമ്മുടെ ലീഡേഴ്സ് ഒക്കെ മാറി ചിന്തിക്കാൻ, നമ്മുടെ മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എന്നുള്ളതും, ഇതാണ് ഇനി വരാൻ പോകുന്ന റെവല്യൂഷൻ എന്നുള്ളതും, ഇനി നാട്ടില് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെ വിജയിക്കാം, ഏറ്റവും വലിയ വിജയങ്ങൾ എങ്ങനെ നേടാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ മാറി ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു RCM എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനം, അതിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു ടീം ഒക്കെ ബിൽഡായി വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഈ ഒരു ബിസിനസ് ഇനി ഒരു അടുത്ത ജനറേഷനിലേക്ക് കൈമാറാൻ പോവുകയാണ്. ഇനി അടുത്ത ഒരു ജനറേഷനിലേക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് 2024. നമ്മളിപ്പോ 2023 ഒരു മീറ്റിംഗിലാണ് നമുക്ക് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടിയുള്ള 2024 ഈ ഒരു അവസാന നാളുകളിലേക്കുള്ള അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു നല്ല മോട്ടിവേഷണൽ മീറ്റിംഗ് നടക്കുന്ന ഈ ഒരു ടൈമിൽ എനിക്ക് ഇതേപോലെ ഒരു ചാൻസ് തന്ന നമ്മുടെ യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോമിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന വലിയൊരു ചാപ്റ്റർ 2024 നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്റ്റ് സെല്ലിംഗിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൊയ്യാൻ പറ്റുന്ന, അതായത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് സെല്ലിംഗ് വളർച്ച കൈവരിക്കാൻ പോകുന്ന മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.
ഈ ഒരു 2024 എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബിസിനസ് എത്രയും പെട്ടെന്ന് തന്നെ ട്രെൻഡിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളും അതിനനുസരിച്ച് മാറി ആ ടെക്നോളജികളോടനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ദ ചേഞ്ച് ബിഗിൻസ് ഫ്രം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എവിടെ നമുക്ക് നമ്മുടെ ചേഞ്ച് എവിടെ മുതൽ നമുക്ക് തുടങ്ങാം, എവിടെ നമ്മൾ നമ്മുടെ മാറ്റം തുടങ്ങണം, എവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, അതാണ്. അതിൻ്റെ അകത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ബി ഒപ്റ്റിമിസ്റ്റിക്. ഈ ഒരു ഇമേജ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരാൾ മാത്രം നല്ല സന്തോഷത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ആളുടെ ഒപ്റ്റിമിസത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കണം. അതായത് ഇനി ഒരു സാഹചര്യം, ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ നമുക്ക് അവസരങ്ങളായി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് ആ പ്രതിസന്ധിയെ മാറ്റാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നമ്മൾ ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കും. അപ്പോ ഇങ്ങനെ നമുക്ക് ആ ഒരു പ്രതിസന്ധിയെ നമ്മുടെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാൻ നമുക്ക് കുറച്ചൊന്നും കഷ്ടപ്പെട്ടാൽ പോലെ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്യാരി ഓൺ ചെയ്തിരിക്കുന്നത്, നമ്മൾ ക്യാരി ഓൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കുറച്ച് ശീലങ്ങളുണ്ട്. നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ശീലങ്ങൾ നമുക്കത് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാറി ചിന്തിച്ചുകൊണ്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതിനെ നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയും. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്മുടെ മൈൻഡ് എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ പോയാൽ മതി, ഇതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഇതാണ് നമ്മുടെ ജീവിത സാഹചര്യം എന്ന് നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്ത്, ആ മൈൻഡ് നമുക്ക് ഒരു സെറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു കേജ് ഉണ്ട്. ആ കേജ് ആണ് ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ കംഫർട്ട് സോണിന്റെ കേജ് എന്ന് പറയുന്ന ഈ ഒരു ഷെല്ല് ബ്രോക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുമ്പോൾ നമ്മൾ അവിടെ ഒപ്റ്റിമിസ്റ്റിക് ആവും, നമ്മുടെ ഗോളിനെ ചേസ് ചെയ്യാൻ നമ്മൾ ആരംഭിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചേഞ്ച്. നമ്മൾ ഇത്രയും കാലം ശീലിച്ചു വന്നിരുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറെ അധികം ചോദ്യങ്ങളുണ്ട്. നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ അകത്ത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഹു ആം ഐ, ഞാൻ ആരാണ്. നമ്മൾ എല്ലാവരും കൃത്യമായിട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ നേച്ചറിലായാലും നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ്ങിലായാലും എന്തിനായി കഴിഞ്ഞാലും നമ്മൾ ആരാണ് എന്നത് മനസ്സിലാക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങനെയുള്ള ആളാണ്, എന്റെ സിറ്റുവേഷൻസ് എനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി നമ്മളെ ആദ്യം സ്നേഹിക്കാൻ പറ്റണം. അതിലൂടെ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും പറ്റണം. ഓക്കെ, അങ്ങനെ നമ്മളെ മനസ്സിലാക്കിയതിനെ കൊണ്ടുള്ള കാര്യം എന്താണ്, അതിന്റെ ആവശ്യകത, അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യകത എന്തൊക്കെയാണ്, എന്തിന് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് ഈ ഒരു മാറ്റം എന്നിലേക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യകത എന്തൊക്കെയാണ്. ഇൻക്രീസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ലേണിംഗ്. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവും. ആ പഠിക്കാൻ തയ്യാറാവുന്നതിലൂടെ നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുകയും ആ അറിവുകളിലൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ തിങ്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സഹായിക്കും. ഗിവ്സ് പീക്ക് പെർഫോമൻസ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. നമ്മുടെ എന്താണോ നമ്മുടെ പെർഫോമൻസ്, അതിന്റെ അൾട്ടിമേറ്റിലേക്ക് നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ എത്തിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ ഈ ഒരു പീക്ക് പെർഫോമൻസ് കിട്ടുന്നതിനെ കൊണ്ട് നമുക്ക് എപ്പോഴും
തളർച്ച ഫീൽ ചെയ്യില്ല. എപ്പോഴും നമ്മൾ എനർജി ഇങ്ങനെ റീഫിൽ ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ച ഗോള് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, നമ്മൾ അതിന്റെ പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് സെറ്റ് ചെയ്ത് വെച്ച ഗോള് നമ്മൾ എപ്പോഴും അതിനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പുള്ളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം. ഇനി അടുത്ത ഒരു പോയിന്റ് നമുക്ക് പോകാം. ലെസ് ആൻസൈറ്റി. ഇനി എന്ത് സംഭവിക്കും, ഇനി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ആൻസൈറ്റിയിലൂടെ ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. അതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെ കൂടി തന്നെ അവർക്ക് കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൻസൈറ്റികളും ഇനി ലൈഫിൽ സംഭവിക്കും, ഇനി മുന്നോട്ടേക്ക് സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ ഒരു ആൻസൈറ്റി, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആൻസൈറ്റി കുറക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് മെമ്മറി. നമ്മളെ ഈ ഒരു മെമ്മറി സ്ട്രെങ്ത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഈ ഒരു മെമ്മറി സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ റെഡ്യൂസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ്. ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ സ്ട്രെസ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യമാണ്. ഈ ഒരു ഫിസിക്കൽ സ്ട്രെസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ മെന്റൽ സ്ട്രെസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉള്ള ടെൻഷനും നമുക്ക് ജോബിൻ്റെ അകത്തുള്ള പ്രഷർ ആയാലും എന്തായാലും ഈ ഒരു മെന്റൽ സ്ട്രെസ്സിനെ നമുക്ക് ഈ ഒരു മെന്റൽ സ്ട്രെസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാകാനും അതിലൂടെ തന്നെ നമ്മുടെ ഈ ഒരു പെർഫോമൻസ് വീക്ക് ആവാനും അതുപോലെ തന്നെ നമ്മളെ ഗോളിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാതെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പോകാനും വരെ ചാൻസ് ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എഫക്റ്റീവ് തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത്. നമ്മൾ ചിന്തിക്കും, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും, പക്ഷെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ചിന്തിക്കുന്നുണ്ടാവും. നമുക്കത് എങ്ങനെ ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ് നമുക്ക് എങ്ങനെ ചിന്തിക്കാം എന്നത് എങ്ങനെ അത് കൂട്ടിക്കൊണ്ടുവരാം എന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ചോദിക്കുന്നതിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിലൂടെ തന്നെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്നുള്ള ക്യുക്ക് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് എക്സ്ട്രാ ഓർഡിനറി കോൺസെൻട്രേഷൻ. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏറ്റെടുത്ത ഏതൊരു വർക്കായാലും നമുക്കത് കൃത്യതയോടുകൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ അറിവില്ലെങ്കിൽ പോലും നമ്മളെ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടുക എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ കണ്ട ആ ഒരു പോയിന്റ്സ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ തന്നെ കൊണ്ടുവരേണ്ട ചേഞ്ചുകൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവണം. ചേഞ്ചുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമ്മുടെ ഈ ഒരു ബിസിനസ് ഒരു ട്രാക്ക് മാറിപ്പോവുകയാണ്, ഇനി ഒരു ഫാസ്റ്റ് ബിസിനസ് ഗ്രോത്തിലേക്ക് ഇനിയും വലിയ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ രീതികളിലും നമ്മളുടെ ബിസിനസ്സിലും കൊണ്ടുവരേണ്ട ചേഞ്ച് അനിവാര്യം തന്നെയാണ്. ഓക്കെ, ഈ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മറ്റാൾക്കാരൊക്കെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്
നമ്മൾ ഒരു ചേഞ്ച് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു ചേഞ്ചിലേക്ക് എത്തിപ്പെടുക എന്നതാണ്. നമ്മൾ ആദ്യം ആ ഒരു മാറ്റം കൊണ്ടുവരിക, അതിനുശേഷം നമ്മളിലൂടെ ആ മാറ്റം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ട് ആദ്യം ചേഞ്ച് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് സിമ്പിളായി നടക്കുന്ന കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ വന്ന സമയത്തായാലും ഗ്യാസുകൾ വന്ന സമയത്തായാലും എല്ലാവരും ഏറ്റവും കൂടുതൽ എതിർത്ത കാര്യമാണ്. ആ ഒരു കാര്യം പിന്നീട് ആൾക്കാരൊക്കെ ഉപയോഗിച്ച് വന്ന് ധൈര്യപൂർവ്വം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും കമ്പ്യൂട്ടർ ഇല്ലാതെ പറ്റാണ്ടായി. അതുപോലെ തന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ ഫുഡ് വെക്കില്ല, അതുപോലത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തി. അതാണ് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി എപ്പോഴും കൂടുതലായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ചിന്ത, അവര് ഇത്രയും കാലം ശീലിച്ചു വന്ന ഒരു ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ആൾക്കാർക്ക്. ഈ ആൾക്കാരിലേക്ക് ഈ ഒരു മാറ്റം കൃത്യമായിട്ട് എത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ആ ഒരു ചേഞ്ച് നമ്മൾ ആരംഭിക്കുന്നത്. ഈ ഒരു വ്യത്യാസം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു ചേഞ്ച് നമ്മളിൽ നിന്ന് തുടങ്ങുക, അതിനുശേഷം നമ്മളുടെ ടീമിലേക്ക് ഈ ഒരു ചേഞ്ച് കൊടുക്കുക. അതുപോലെ ഈ ഒരു സിസ്റ്റം ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിന്റെ സർക്കുലറിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യത്യസ്തതയോടുകൂടി തന്നെ നമുക്ക് ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അത്രയും വ്യത്യാസങ്ങൾ ഇനി നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യകത കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ഇനി ഒരു വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. ഇനി ഒരു V2 ഫോം എന്ന് വേണമെങ്കിൽ പറയാം, അടുത്തൊരു വേർഷനിലേക്ക് നമ്മളെ ബിസിനസ് മാറാൻ പോവുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഗ്രോത്തിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റംസും നമ്മളുടെ രീതികളും ഇത്രയും മാത്രം പോരാ, നമ്മളുടെ വർക്കും ഫാസ്റ്റ് ആകണം, നമ്മളും ഫാസ്റ്റ് ആവണം, നമ്മളും വേർഷൻ 2ലേക്ക് മാറേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ചേഞ്ചുകൾ കൊണ്ടുവരേണ്ട ആവശ്യകത ഏറ്റവും അനിവാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ചേഞ്ചുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രീം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും വലിയൊരു ഡ്രീം സെറ്റ് ചെയ്യുക. വെറുതെ ഡ്രീം സെറ്റ് ചെയ്താൽ പോരാ, നമ്മൾ ഓരോ ചെക്ക് പോയിന്റ്സ്, അതായത് ഷോർട്ട് ടൈം ഗോൾ എന്ന് പറയും, ഷോർട്ട് ടൈം ഗോൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യുക. നമ്മൾ എന്താണോ നമ്മൾ അൾട്ടിമേറ്റ് ഡ്രീം, അത് സെറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഷോർട്ട് ടൈം ഗോളുകൾ, അതായത് ചെക്ക് പോയിന്റ് വൈസ് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇനിയിപ്പോ എന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്രീം ഇപ്പോൾ ഡയമണ്ട് പിൻ അച്ചീവ് ചെയ്യണം എന്നതാണെങ്കിൽ ഞാൻ ഇനി അടുത്ത ഒരു മാസത്തേക്ക് ഞാൻ ചെയ്യേണ്ട ജോലി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ചെക്ക് പോയിന്റ് വൈസ് സെറ്റ് ചെയ്തുകൊണ്ട് എന്റെ താഴെ ഞാൻ എത്ര റോയൽറ്റി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും, എത്ര സ്റ്റാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അച്ചീവ്മെന്റ്, അതായിരിക്കണം നമ്മുടെ അച്ചീവ്മെന്റ്. അങ്ങനെ അച്ചീവ് ചെയ്യുന്നതിനോടുകൂടിയുള്ള നമ്മളെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടൈമിൽ ഗോൾ അച്ചീവ് ചെയ്ത് എടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു വലിയ ഡ്രീം എന്താണോ അത് നമ്മൾ ഉറപ്പിച്ചു വെച്ച ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കും. അതാണ് ഈ ഒരു ചെക്ക് പോയിന്റ് വൈസ് നമ്മൾ ഈ ഒരു ഡ്രീം സെറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. പിന്നെ ഡ്രീം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും നമ്മൾ കൃത്യമായി ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഡ്രീമുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് വലിയ വലിയ ഡ്രീമുകൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇവരുടെ ഒരു കോട്ട് നമുക്കിവിടെ കാണാം, ചേഞ്ചസ് ദ വേ യു തിങ്ക് ആൻഡ് യു വിൽ എൻജോയ് എവറി മൊമെന്റ് ഓഫ് ലൈഫ്. അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം. അത് തന്നെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ ആയാലും ഒരു സിറ്റുവേഷനെ ആയാലും നമ്മൾ കാണുന്ന രീതികളെ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി നമ്മുടെ മുന്നിലൂടെ വന്നു നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി തന്നെ നമുക്ക് അതിന് നമ്മളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കാണുന്ന രീതികളെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് എടുക്കാൻ സാധിക്കണം.
അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഒരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രം സന്തുഷ്ടരായിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളെ കൂടി നമ്മൾക്ക് സന്തുഷ്ടരാക്കിക്കൊണ്ട് അവരാണ് നമ്മുടെ ഗ്രോത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അവരാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ ഗ്രോത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. അവരെ സന്തോഷിപ്പിക്കുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾവേസ് മേക്ക് ദ അതർ പേഴ്സൺ ഫീൽ ഇമ്പോർട്ടന്റ്. അവരെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആക്കിയിട്ട് വെക്കുക. അവരെ എപ്പോൾ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ അതേ ഒരു കൺസിഡറേഷൻ നമുക്കും തരികയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ഫോളോ അപ്പ് ചെയ്യാനും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും അവർ തയ്യാറാവും. അതാണ് അവരെ പേഴ്സണാലിറ്റി, അവരൊരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ലെറ്റ് മേക്ക് ദ പേഴ്സൺ വാണ്ട് ടു ഡു ഇറ്റ്. അവരെ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ അവരെ ഗോൾ എന്താണോ ആ ഗോൾ അവർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു വിഷൻ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവർ ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഡ്രീം സെറ്റ് ചെയ്ത്, ചെക്ക് പോയിന്റുകൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോയിന്റ് ആണ് മേക്ക് ദം ഗ്രേറ്റ് എന്ന് പറയുന്നത്. മേക്ക് ദം ഗ്രേറ്റ്, അവരെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആക്കിയിട്ട് മാറ്റുക. അവരെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട്, അവരെ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, അവരെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മളെക്കാൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാക്കിയിട്ട്, അത്രയും ക്വാളിറ്റിയുള്ള ആൾക്കാരാക്കിയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കണം. അവരെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കണം. കാരണം നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ വിജയത്തിന്റെ പിന്നിലെ കാരണം. അവരെ എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നോ ആ ഇമ്പ്രൂവ്മെന്റ് വൈസ് ആയിരിക്കും നമ്മുടെ ഗ്രോത്തിന്റെ ഇമ്പ്രൂവ്മെന്റും. അത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോക്കേസ് ദി ബെനിഫിറ്റ്സ് ടു ദം. എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എന്താണ് അവരെ ഗോൾ അച്ചീവ് ചെയ്തതിനെ കൊണ്ടുള്ള കാര്യം, അവർക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെ കൊണ്ട് അവർക്ക് ലഭിക്കും എന്നത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. അതായത് അവരെ മുന്നിൽ ഒരു വിഷനായിട്ട്, ഒരു സിനിമ പോലെ അവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു വിഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് അവരെ കൊണ്ടുപോകാൻ, അവരെ ആ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആ ഒരു വിഷൻ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ഡോണ്ട് ക്രിറ്റിസൈസ്. ഇപ്പൊ ആര് ചെയ്ത കുറ്റവും ആയിക്കോട്ടെ, ഇപ്പോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോടുകൂടി നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ആയിട്ട് ചൂണ്ടിക്കാണിക്കാതെ തന്നെ ആ ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യരുത്. അവർക്ക് അത് ഫീൽ ചെയ്യാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ അവർ മിസ്റ്റേക്ക് ചെയ്തതാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ആയിട്ട് അവരെ കാണിക്കാതിരിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അങ്ങനെ അവർക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉടനീളം അവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിനെ തന്നെ അത് ബാധിക്കും. അപ്പോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ലെറ്റ് അതർ പേഴ്സൺ ഫീൽ ദാറ്റ് ഹിസ് ഐഡിയ ഈസ് ഗുഡ്. ആ ഒരു പേഴ്സൺ പറയുന്ന, നമ്മളിപ്പോ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ, നമ്മളോട് ഇങ്ങനെ ചെയ്താൽ അത് ബെറ്റർ ആയിരിക്കില്ലേ എന്ന് പറയുകയാണെങ്കിൽ, അവര് പറയുന്ന ഐഡിയ അതൊരു വേഴ്സ്റ്റ് ഐഡിയ ആണെങ്കിൽ തന്നെ ആ ഒരു വേഴ്സ്റ്റ് ഐഡിയ ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ അവരെ ഐഡിയ ഓക്കെ അത് നല്ലതാണ്, പക്ഷെങ്കിൽ അതിന് ഇത്ര കൂടി ഒരു ചെറിയൊരു ഡിഫക്റ്റ് കൂടി അതിൻ്റെ അത് സംഭവിക്കുന്നുണ്ട് എന്നത് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സിസ്റ്റം കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തെറ്റാണെന്ന് പറയാതെ തന്നെ അവരെ മിസ്റ്റേക്കുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കും നമ്മളോട് ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും. അടുത്തതായിട്ട് വരുന്നതാണ് ഡോണ്ട് ആർഗ്യൂ. അവരോട് വാദിക്കാതിരിക്കാൻ ശ്രമിക്കുക.
ആരും ആയിക്കോട്ടെ നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആൾക്കാരോട് വാദിച്ച് ജയിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവര് പറയുന്ന കാര്യങ്ങൾ, അവര് പറയുന്ന പോയിന്റ് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പക്ഷെങ്കിൽ അതിന് ഈ ഒരു മറുവശം കൂടി ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ മാത്രം നമുക്ക് അവരോട് അതിന്റെ മറുപടിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു. അങ്ങനെ നമുക്ക് ആർഗ്യുമെന്റ് ഇടയിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു പോയിന്റാണ് ഡോണ്ട് ഷോ പീപ്പിൾ മിസ്റ്റേക്ക് ഡയറക്ട്ലി. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ ഈ പോയിന്റിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത കാര്യം തന്നെയാണ്. അവരുടെ മിസ്റ്റേക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവരെ മുന്നിലേക്ക് കാണിക്കാതെ തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം അതിനുണ്ടായിരുന്നു എന്ന് കാണിച്ചത് കൊണ്ട് അതിന്റെ റൈറ്റ് വേ അവരെ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവരുടെ മിസ്റ്റേക്ക് ഡയറക്റ്റ് ആയിട്ട് കാണിക്കരുത്. ഇതായിരുന്നു ഈ ഒരു ഡിഫക്റ്റ്, ഇതായിരുന്നു, ഇതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതും കൂടി ഇല്ലാതെ ഇത് നന്നായിട്ട്, ആ ഒരു ഡിഫക്റ്റ് പോലും ഇല്ലാതെ ഇത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടി സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ, അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൂടുതൽ ഹാപ്പി ആക്കിക്കൊണ്ട് നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചേഞ്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളെ ഒന്നിച്ചു വരുന്ന ആൾക്കാരെയും ഹാപ്പിയായി വെക്കുക. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചേഞ്ച് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, നമ്മൾ ആരാണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മളുടെ ഉള്ള ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ അതുപോലെ ഇനി ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ ഈ ഒരു പ്രസന്റേഷൻ പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ച് നമുക്ക് എവിടെ നിന്ന് ആരംഭിക്കും എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ആ ചേഞ്ച് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ്. എന്താണോ ചേഞ്ച് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ, എന്താണോ നമുക്ക് ചേഞ്ച് നമ്മുടെ പാഷനേറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു ചേഞ്ചിനെ നമുക്ക് നമ്മളിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കും. ആ ചേഞ്ച് നമ്മളിൽ തന്നെ ആരംഭിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുപോയി നമ്മളെ ഈ ഒരു ബിസിനസ് ഇത്രയും വലിയ ഗ്രോത്തിലേക്ക് എത്തിച്ച ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇന്നറിയാം. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ എല്ലാവരെയും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മാറ്റങ്ങൾ വരണം, മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ആർസിയൻ. Thank you. Super.